അയ്യോ, അത് ഗാന്ധി വധത്തിലുള്ള ആളുകളാണെങ്കിൽ സർവർക്ക് മറ്റുള്ള ഗോഡ്സെ അവരെ കുറിച്ചൊക്കെ നമ്മുടെ കുട്ടികൾ പഠിച്ച് നാളെ സമൂഹത്തിലെ കുട്ടികളുടെ രൂപം എന്തായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. ശരിക്കും അത് നമ്മുടെ ഒരു പോളിസിക്ക് അനുസരിച്ചോ നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ നയത്തിനനുസരിച്ചല്ല നമ്മൾ ഇത് ചെയ്യണം. അവരെ സ്കൂളിൽ പഠിപ്പിച്ചോട്ടെ, ഇപ്പോൾ എല്ലാ സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റും. വിദ്യാഭ്യാസ നയത്തിൽ ഒരിക്കലും അങ്ങനെ രാഷ്ട്രീയം ഇതുവരെ കലർന്നിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും കൂടുതൽ കാലം നിലനിന്നിട്ടില്ല. ഫാസിസം കടന്നു വരികയാണ് ഈ കേരളത്തിലെ വിദ്യാഭ്യാസ നയം. നമ്മുടെ നയം, നമ്മുടെ പോളിസി, ആശയങ്ങൾ, നമ്മുടെ മതേതരത്വം ഇതൊന്നും അവർ നോക്കുന്നില്ല. അല്ല, സെൻട്രൽ ഗവൺമെന്റ് ഫണ്ട് കിട്ടുമ്പോൾ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കുട്ടികൾക്ക് ഉപയോഗപ്പെട്ടത്. പക്ഷേ ഇവർ പറയുന്ന സിലബസ് ഇവിടെ പഠിപ്പിക്കാൻ പറ്റില്ല കേരളത്തിൽ. റോൾ മോഡലാക്കാൻ പറ്റിയ ഒരുപാട് ആളുകളിവിടെ ഉണ്ട്. ഒന്ന് അബ്ദുൽ കലാം, നെഹ്റു, ഗാന്ധി, അംബേദ്കർ എന്ന് വേണ്ട ഒരുപാട് ആളുകളിവിടെ ഉള്ള അതാണ്. അവരെയൊക്കെ നമുക്ക് റോൾ മോഡലാക്കണം. ഈ സവർക്കർ അങ്ങനെയുള്ള ആളുകൾ നമ്മൾ ആക്കേണ്ട ആവശ്യമില്ല. PM-ശ്രീ പദ്ധതി നമ്മുടെ കേരളത്തിലെ സ്കൂളുകളിൽ നടപ്പിലാകുന്നതിനെ കുറിച്ച് നമ്മൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും BJP-യുടെ ഭാഗത്തു നിന്നും LDF-ന്റെ ഭാഗത്തു നിന്നും എല്ലാം കേട്ടു. അവരുടെ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും എല്ലാം നമ്മൾ അറിഞ്ഞു. എന്നാൽ പൊതുജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? സവർക്കറിനെ കുറിച്ചും ഹെഡ്ഗേവാറിനെ കുറിച്ചും നമ്മുടെ കേരളത്തിലെ സ്കൂളുകളിൽ നമ്മുടെ കുട്ടികൾ പഠിക്കുന്നതിനെ കുറിച്ച് എന്താണ് ജനങ്ങൾക്ക് പറയാനുള്ളത്? നമുക്ക് ചോദിച്ചറിയാം. പ്രധാനമന്ത്രിയുടെ PM-ശ്രീ പദ്ധതി നമ്മുടെ കേരളത്തിലെ സ്കൂളുകളിൽ നടപ്പിലാക്കുന്നതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? നമ്മുടെ ഇടതുപക്ഷം അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ശരിക്കും അത് നമ്മുടെ ഒരു പോളിസിക്ക് അനുസരിച്ചോ നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ നയത്തിനനുസരിച്ചല്ല നമ്മൾ ഇത് ചെയ്യണം. കാരണം വെച്ചാൽ കേരളത്തിലെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ സിസ്റ്റം കേരളത്തിലാണ് ഉള്ളത്. PM-ശ്രീ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൺലി മോണിറ്ററി ബെനിഫിറ്റ്സ് മാത്രമാണ് ഗവൺമെൻറ് നോക്കണുള്ളൂ. നമ്മുടെ നയം, നമ്മുടെ പോളിസി, ആശയങ്ങൾ, നമ്മുടെ മതേതരത്വം ഇതൊന്നും അവർ നോക്കുന്നില്ല. അപ്പോൾ അവർ പഠിപ്പിക്കുന്ന രീതിയിലുള്ള സിലബസിലൊക്കെ നമ്മുടെ സ്കൂളുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ കുട്ടികൾക്ക് വളരെ ദോഷം ചെയ്യും. ഫ്രീ തിങ്കിങ് കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ 1 മുതൽ 10ാം ക്ലാസ് വരെയുള്ള നമ്മുടെ വിദ്യാഭ്യാസ നയം നല്ലൊരു നയം തന്നെയാണ്. ഇപ്പോൾ ഇത് ആദ്യം DPP ആയിരുന്നു, ഇപ്പോൾ SSA ആണ് ഇപ്പോൾ നടത്തുന്നത്. അപ്പോൾ നമുക്ക് ഫണ്ട് മാത്രം പോരാ, പിന്നെ നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചു വിടണം എന്താണെന്നുള്ളത് നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം വെച്ചാൽ ഇന്ത്യ ഇനി മുന്നോട്ട് പോകുന്നത് ഏറ്റവും കൂടുതൽ നോക്കിക്കാണുന്നത് കേരളത്തിൽ വെച്ചിട്ടാണ്. മെയിനായിട്ടുള്ള ആളുകളും എല്ലാവരും കേരളത്തിൽ നിന്ന് തന്നെയുള്ള ആളുകളാണ്. അപ്പോൾ നമ്മളൊരു വെറുതെ ഒരു പൈസയ്ക്ക് വേണ്ടി മാത്രം നമ്മൾ ഇത് നടത്തരുത്. കാരണം വെച്ചാൽ ഇതിൻ്റെ ഭാഗമായിട്ട് അവരുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസീസ് നടപ്പാക്കേണ്ടി വരും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സ്കൂളുകളിലൊക്കെ ഈ PM-ശ്രീ എന്നുള്ള രീതിയിൽ അതിൻ്റെ ഫ്ലെക്സുകളും ബോർഡുകളും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അത് നമുക്ക് തോന്നും അതൊരു പ്രത്യേക ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് രാഷ്ട്രീയമായിട്ട് അത് ഇടകലർത്തും. നമ്മുടെ വിദ്യാഭ്യാസ നയത്തിൽ ഒരിക്കലും അങ്ങനെ രാഷ്ട്രീയം ഇതുവരെ കലർന്നിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും കൂടുതൽ കാലം നിലനിന്നിട്ടില്ല. അപ്പോൾ ഇത് വരുമ്പോൾ നമ്മളൊരു സ്കൂളിലേക്ക് കയറി ചെല്ലുമ്പോൾ ഈ ഒരു ഇത് കാണുമ്പോൾ അത് എന്തോ ഒരു കേന്ദ്രത്തിൻ്റെ ഒരു പദ്ധതി പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇത് നിസ്സാരം ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം അത്ര ബോറൊന്നുമല്ല. അപ്പോൾ ഇത് തന്നെ മുന്നോട്ട് പോകണമെന്നാണ് നല്ലത്. PM-ശ്രീ അതൊരു ബോർ പരിപാടിയാണ്, പൈസയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത് ചെയ്യണതുള്ളത്. PM-ശ്രീ പദ്ധതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ രാജ്യത്ത് വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ ഫാസിസം കടന്നു വരികയാണ് ഈ കേരളത്തിലെ വിദ്യാഭ്യാസ നയം. ഈ കേരളത്തിൽ അത്തരത്തിൽ വിദ്യാഭ്യാസ നയം കൊണ്ടുവരരുത്. നമ്മുടെ കുട്ടികൾ മതേതരത്വവും മറ്റുള്ള കാര്യങ്ങളിലൂടെ പഠിച്ച് മുന്നോട്ട് വരണം എന്നാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. നമ്മുടെ കേരള സർക്കാർ, അതായത് LDF സർക്കാരാണ്, ഇടതുപക്ഷമാണ്, അത് നമ്മുടെ കേരളത്തിലേക്ക് ഇങ്ങനെ ഒരു നയത്തിനെ കുറിച്ച് കൊണ്ടുവരുന്നതിനെ കുറിച്ച് നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ ഇത്തരം വിദ്യാഭ്യാസ നയവുമായി യാതൊരു വിധത്തിലും സഹകരിക്കാൻ പാടില്ല. അത്തരം നയങ്ങൾ നടപ്പിലാക്കാൻ ഗവൺമെൻറ് തലത്തിൽ യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. അല്ല, സെൻട്രൽ ഗവൺമെന്റ് ഫണ്ട് കിട്ടുമ്പോൾ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കുട്ടികൾക്ക് ഉപയോഗപ്പെട്ടത്. ഇവിടുത്തെ സർക്കാരിൻ്റെ ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ അവകാശമാണ്. അപ്പോൾ അതനുസരിച്ചുള്ള എഡ്യൂക്കേഷനിലൊക്കെ ഉയർന്ന നിലവാരം വരും, ക്ലാസ്സുകൾക്കും സ്കൂളുകൾക്കും അത്രയ്ക്കും ഒരു ഉന്നത സംവിധാനം വരുന്നത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത് സ്വീകരിക്കാന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു പേര് വെച്ച് ഇവിടെ കേന്ദ്രം BJP, സ്റ്റേറ്റ് CPM അത് വെച്ചുകൊണ്ട് അത് തള്ളിക്കളയേണ്ട ആവശ്യമില്ലല്ലോ. കുട്ടികൾക്ക് കിട്ടാനുള്ള പൈസ ഇല്ല, സർക്കാർ മസരി പിടിച്ചിട്ട് ആ പൈസ നശിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ കുട്ടികൾ ഈ ഒരു RSS നേതാക്കളെ കുറിച്ച് പഠിക്കുന്നത് നിങ്ങൾക്ക് യോജിക്കാൻ സാധിക്കുന്നുണ്ടോ? അയ്യോ, അത് ഗാന്ധി വധത്തിലുള്ള ആളുകളാണെങ്കിൽ സർവർക്ക് മറ്റുള്ള ഗോഡ്സെ അവരെ കുറിച്ചൊക്കെ നമ്മുടെ കുട്ടികൾ പഠിച്ച് നാളെ സമൂഹത്തിലെ കുട്ടികളുടെ രൂപം എന്തായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. സവർക്കറിനെ കുറിച്ചും RSS സ്ഥാപകനായ ഹെഡ്ഗേവാറിനെ കുറിച്ചും ഒക്കെ നമ്മുടെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നു പറഞ്ഞിരുന്നു. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അതൊന്നും അത്ര കാര്യമൊന്നും ശരിയല്ല. അതിലിപ്പോൾ ഒരു വാക്ക് പോരിന് വേണ്ടി പറഞ്ഞായിരിക്കാൻ സാധ്യത. അതൊന്നും അങ്ങനെ വരുമെന്ന് വിശ്വസിക്കുള്ളൂ. നടപ്പിലാക്കാം. അപ്പോൾ കേന്ദ്രത്തിൻ്റെ ഗ്രാൻറ്റുകളൊക്കെ കിട്ടുമ്പോൾ അത് കുട്ടികളുള്ള ഗ്രാൻറ്റുകൾ, സ്കോളർഷിപ്പ് ഇതെല്ലാം കിട്ടും. പക്ഷേ ഇവർ പറയുന്ന സിലബസ് ഇവിടെ പഠിപ്പിക്കാൻ പറ്റില്ല കേരളത്തിൽ. ഏത് ഈ കാവ്യവൽക്കരണം, അതേമാതിരി ഈ ഗോഡ്സെ പറ്റിയോ ഹെഡ്ഗേവാർ ഇങ്ങനെയുള്ളതൊന്നും ഗാന്ധിയുടെ കാലം ഗോഡ്സെ തന്നെ അല്ലേ, അതെല്ലാം സമ്മതിക്കുന്ന കാര്യമല്ലേ. അതൊക്കെ കേരളത്തിൽ പഠിപ്പിക്കാൻ പറ്റുമോ? അല്ലാന്ന്
ഇതൊക്കെയുള്ള പ്രശ്നങ്ങൾ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ റോൾ മോഡലാക്കാൻ പറ്റിയ ഒരുപാട് ആളുകളിവിടെ ഉണ്ട്. ഒന്ന് അബ്ദുൽ കലാം, നെഹ്റു, ഗാന്ധി, അംബേദ്കർ എന്ന് വേണ്ട ഒരുപാട് ആളുകളിവിടെ ഉള്ള അതാണ്. അവരെയൊക്കെ നമുക്ക് റോൾ മോഡലാക്കണം. ഈ സവർക്കർ അങ്ങനെയുള്ള ആളെ നമ്മൾ ആക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഫ്രീഡം ഫൈറ്റിൻ്റെ ഭാഗത്ത് അത് ഒരു എന്താ പറയുക, ഒരു അപ്പോളജി എഴുതി കൊടുത്തിട്ട് വന്നൊരാളുകളെ നമ്മൾ ഒരിക്കലും റോൾ മോഡലായിട്ട് കുട്ടികൾ കാണിക്കരുത്. കാരണം വെച്ചാൽ നമ്മൾ എത്രയോ ആളുകളുടെ ജീവൻ ത്യാഗം ചെയ്തിട്ട് നമ്മൾ ഇന്ന് കാണുന്ന രാജ്യത്തിലെ സ്വാതന്ത്ര്യം നേടിയെടുത്ത്. അപ്പോൾ അവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാണത്, അവരെയൊക്കെ ആഗ്രഹിക്കുന്ന രീതിയിൽ. അപ്പം അത് ശരിക്കും ശരിയല്ല. അത് അവരുടെ സ്കൂളിൽ പഠിപ്പിച്ചോട്ടെ. ഇപ്പോൾ എല്ലാ സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റുമോ? അത് മറ്റുള്ള മതക്കാർക്ക് പഠിക്കേണ്ട കാര്യമില്ലല്ലോ. അത് അവർക്കല്ലേ പഠിക്കേണ്ട, അവരുടെ ശാഖകളിലും അല്ലൊക്കെ പഠിപ്പിക്കേണ്ടത്. അവർ പഠിപ്പിച്ചോട്ടെ. മറ്റുള്ള എല്ലാ സ്കൂളിലും അടിച്ചേൽപ്പിക്കാൻ പറ്റുമോ? അതൊന്നും പറ്റൂല. ഒരുപാട് മുസ്ലിങ്ങൾ എതിർക്കുന്നുണ്ട്, ക്രിസ്ത്യൻസ് എതിർക്കുന്നുണ്ട്. ഇതിനെപ്പറ്റി അല്ലേ? അപ്പോൾ അവർ സുരേന്ദ്രൻ അങ്ങനെ പറയും അവർ പഠിപ്പിക്കും. അത് അവരുടെ സ്കൂളുകളിൽ പഠിപ്പിക്കും. ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന 3-4 സ്റ്റേറ്റിൽ ഇത് ഈ പദ്ധതി ഒപ്പിട്ടില്ലേ അവർ. അവിടെ ഒന്നും യാതൊരു പ്രശ്നവും ഇല്ലല്ലോ. കേരളത്തിൽ മാത്രമേ ഉള്ളൂ പ്രശ്നം. ഇവിടെ 2 നിലയും പിടിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഇത് നല്ലതാണോ ചീത്താന്നോ അറിയുന്നതിന് പെടുത്തിയാണ് കൊടുത്ത ആൾക്കാർ. അങ്ങനെയുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. പ്രതിപക്ഷം പറയുന്നുണ്ട് കേരള സർക്കാർ നമ്മുടെ BJPക്ക് നമ്മുടെ കേരളത്തെ ഒറ്റിക്കൊടുത്തു എന്നൊക്കെ. അതിന് എങ്ങനെയാണ് നോക്കണം? ഒറ്റി കൊടുത്തിട്ടൊന്നുമില്ല. അങ്ങനെ BJPക്ക് ഒറ്റി കൊടുക്കുന്നത് ഇതിലൊപ്പ് വെച്ചൊന്നും, ഇത് കേന്ദ്രത്തിൻ്റെ ഒരു പ്രൊജക്റ്റ് അല്ലേ. അതിലൊപ്പ് വെച്ച് അങ്ങനെ BJPക്ക് ഒറ്റി കൊടുക്കുന്നത് ആയുഷ് പദ്ധതിയിൽ ഒപ്പ് വെച്ചല്ലേ അത് കേരളത്തെ ഒറ്റി കൊടുത്താൽ അത് അല്ലല്ലോ. അതേമാതിരിയുള്ള അവരത് പറയും. അവർക്ക് വോട്ട് കിട്ടണമല്ലേ, അവന് വേണ്ടി അവർ പറയും. അല്ല വേറൊന്നുമില്ല. ഞാൻ സ്പെഷ്യലുള്ള ഒരു രാഷ്ട്രീയം പറയുന്ന ആളാണ്. ഞാനത് എവിടെയും പറയും. ഞാൻ ശരി. അപ്പോ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ രൂക്ഷമായ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നു എന്ന് മനസ്സിലായല്ലോ. കേന്ദ്രത്തിന്റെ ഈ വിദ്യാഭ്യാസ പദ്ധതിയെ ഒരു വിഭാഗം ശക്തമായിട്ട് എതിർക്കുമ്പോൾ അനുകൂലിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. അതേസമയം ഈ വിഷയത്തിൽ കേരള സർക്കാർ സ്വീകരിച്ചത് വ്യക്തമായ നിലപാടില്ലായ്മയാണ് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. ആദ്യമേ ഇതങ്ങ് അവർക്ക് നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ ഇത്രയും വലിയ കോളിളക്കങ്ങളൊന്നും സംഭവിക്കില്ലായിരുന്നു. അതേസമയം കേന്ദ്രത്തിന്റെ ഈ പദ്ധതി നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് മികച്ചതാണ് എന്നും നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് അത് വലിയ പുരോഗതികൾ കൊണ്ടുവരുമെന്നും ഞാൻ ദൃഢമായി തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. എങ്കിലും മുൻ BJP അധ്യക്ഷനായ K. സുരേന്ദ്രൻ ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് അനാവശ്യമായിരുന്നു എന്നും കരുതുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും അത് കമന്റ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ ശക്തമായ അഭിപ്രായങ്ങളും വിമർശനങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.